അനുഗ്രഹപ്പെട്ട് ഈ സമയം കർത്താവിൻ്റെ പാദപിടുത്തത്തിലായിരിക്കുന്ന ദൈവജനം, കർത്താവിൻ്റെ ദാസൻ, ദൈവദാസി, പ്രത്യേകം എൻ്റെ സഹോദരങ്ങൾ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. നമ്മുടെ നടുവിൽ വലിയൊരു ദൈവത്തിൻ്റെ സാന്നിധ്യം ഇങ്ങനെ അലയടിക്കുന്നുണ്ട്. ആ ദൈവ സാന്നിധ്യം എത്ര പേർക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നുണ്ട്? ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയാൻ കഴിയുന്നവരുടെ കരമെല്ലാം ഒന്ന് ഉയർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ശബ്ദം നിങ്ങൾക്ക് ക്ലിയർ ആണോ? ക്ലിയർ ആണല്ലോ. ഞാൻ വിചാരിച്ച ശബ്ദം ക്ലിയർ അല്ലാത്തത് കൊണ്ടായിരിക്കും നിങ്ങൾ ആരും കരം ഉയർത്താമെന്ന് ഞാൻ ആദ്യം ചിന്തിച്ചത്. ഓക്കെ, നമ്മുടെ നടുവിൽ ദൈവ സാന്നിധ്യമുണ്ട്. പ്രാരംഭ മിനിറ്റിൽ തന്നെ അധികമായ ഒരു പ്രസൻസ് അനുഭവിക്കുവാൻ കർത്താവ് എന്നെയും സഹായിച്ചു. ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് ഇന്ന് നമ്മളോട് സംസാരിക്കും. വ്യക്തിപരമായി തന്നെ നമ്മളോട് സംസാരിക്കും. നമ്മുടെ വിഷയങ്ങളോട് സംസാരിക്കും. നിങ്ങൾ കേട്ടില്ല, നിങ്ങളുടെ വിഷയങ്ങളോട് ദൈവം സംസാരിക്കും. കേട്ടവരുണ്ടെങ്കിൽ കരമടിക്കാൻ കഴിയുന്നവർ നല്ലവണ്ണം കരമടിച്ച് ശബ്ദമുയർത്തിയൊന്ന് ആരാധിച്ച് നിന്റെ പ്രശ്നത്തോട് ഇന്ന് പകൽ യേശു സംസാരിക്കാൻ പോകുകയാണ്. നീ അനുഭവിക്കുന്ന പ്രശ്നത്തോട് യേശു ഇന്ന് പകൽ സംസാരിക്കാൻ പോകുകയാണ്. കർത്താവ് നിന്റെ പ്രശ്നത്തോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, യേശു നിന്റെ പ്രശ്നത്തിനകത്ത് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം സംഭവിച്ചിരിക്കും, നിശ്ചയം. ഹല്ലേലൂയ. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുകയും വളരെയധികം ധ്യാനിക്കുകയും ചെയ്തു. കർത്താവ് എന്ത് ജനത്തോട് സംസാരിക്കണം, എന്താണ് എനിക്ക് സംസാരിക്കാനുള്ളതെന്ന് കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിന് ഇടപെട്ട ഒരു ദൈവിക ചിന്തയുണ്ട്. വേഗത്തിൽ പങ്കുവച്ചിട്ട് ഇരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് ശേഷം കർത്താവിൻ്റെ ദാസ്യം നമ്മുടെ നടുവിലുണ്ടല്ലോ, ദൈവത്തിൻ്റെ വചനം സംസാരിക്കും. വളരെ പ്രതീക്ഷയോടെയും പ്രാർത്ഥനയോടെയും കർത്താവിൻ്റെ പാദപിടുത്തത്തിലായിരിക്കാം. നമുക്കെല്ലാവർക്കും പരിചയമുള്ള യോഹന്നാൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം, അതിൻ്റെ 5 മുതലുള്ള ചില വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് പകല് ഒരുമിച്ച് ധ്യാനിപ്പാൻ ആഗ്രഹിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം, അതിൻ്റെ 5 മുതലുള്ള ചില വാക്യങ്ങൾ ഞാൻ തന്നെ അത് വായിക്കാം. യേശു വലിയൊരു പുരുഷാരം തൻ്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട്, ഇവർക്ക് തിന്മാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങുമെന്ന് ചോദിച്ചു. ഇതവനെ പരീക്ഷിപ്പാനത്രേ ചോദിച്ചത്. താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു. ഫിലിപ്പോസ് അവനോട്, ഓരോരുത്തന് അല്പം ലഭിക്കേണ്ടതിന് 200 പണത്തിന് അപ്പം മതിയാകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ശിഷ്യന്മാരിൽ ഒരുത്തനായ ശീമോൻ പത്രോസിൻ്റെ സഹോദരനായ അന്ത്രയോസ് അവനോട്, ഇവിടെ ഒരു ബാലകനുണ്ട്, അവൻ്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനുമുണ്ട്, എങ്കിലും ഇത്ര പേർക്ക് അത് എന്തുള്ളൂ എന്ന് പറഞ്ഞു. അത്രയും നിൽക്കട്ടെ, ബാക്കി നമുക്ക് പുറകാലെ വായിക്കാം. നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ളൊരു ഭാഗമാണ് യോഹന്നാൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ. അതിനകത്തെ കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയാം. എങ്കിലും ഞാൻ ഈ 6-ാം അധ്യായത്തെ വെച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എന്നോട് സംസാരിച്ച ഒരു ദൈവശബ്ദം എന്ന് പറയുന്നത് ഉത്തരം ചോദിച്ച ചോദ്യം. ആമേൻ. എൻ്റെ പ്രസംഗത്തിന് ഞാൻ ഇങ്ങനൊരു തലക്കെട്ട് കൊടുത്തു, ഉത്തരം ചോദിച്ച ചോദ്യം. ആ ചോദ്യത്തിന് പിന്നെ പ്രസക്തിയുണ്ടോ? ഉത്തരം ചോദിച്ചാൽ ആ ചോദ്യത്തിന് പ്രസക്തിയുണ്ടോ? ആ ചോദ്യം അവിടെ എന്തായി പോവുകയാണ്? അപ്രസക്തമായി പോവുകയാണ്. പിന്നെ ആ ചോദ്യം അവിടെ ഇല്ല. ഞാൻ പ്രാരംഭം പറഞ്ഞതുപോലെ കർത്താവ് നിങ്ങളുടെ പ്രശ്നങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞു. യേശുവാണ് നിന്റെ പ്രശ്നത്തിൻ്റെ ഉത്തരം. ഇത്രയാമൻ പോരാ, യേശുവാണ് നിന്റെ പ്രശ്നത്തിൻ്റെ ഉത്തരം. ആ കർത്താവ് നിന്റെ പ്രശ്നത്തോട് ഇന്ന് പകൽ സംസാരിക്കാൻ പോകുകയാണ്. നിന്റെ പ്രശ്നത്തോട് ഇന്ന് പകൽ ഇടപെടാൻ പോകുകയാണ്. ആ പ്രശ്നത്തെ ഇന്ന് പകൽ കൈകാര്യം ചെയ്യാൻ പോകുകയാണ്. നീ ഇതുവരെ കൈകാര്യം ചെയ്തിട്ട്, നീ ഇതുവരെ പരിശ്രമിച്ചിട്ട് വിടുതൽ കാണാത്ത വിഷയത്തിനകത്ത് ഇന്ന് പകൽ യേശു ആ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ പോകുകയാണ്. കർത്താവിന്റെ കരം ആ വിഷയത്തിനകത്ത് ഇറങ്ങാൻ പോകുകയാണ്. ഇന്ന് പകൽ ആരാ വിശ്വസിക്കുന്നത്? യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഞാനിതിനെ 3 നിലയിൽ പഠനാർത്ഥം തരംതിരിക്കുവാൻ ഇടയായി തീർന്നു. 6-ന്റെ 5 മുതൽ 13 വരെയുള്ള വാക്യത്തെ പഠനാർത്ഥം 3 നിലയിൽ താരതമ്യം ചെയ്തു. ഒന്നാമത്തത്, ആരാണ് ഉത്തരം? 2, എന്താണ് പ്രശ്നം? 3, ആരോടാണ് ചോദിച്ചത്?
ആമേൻ. 3 നിലയിൽ പഠനാർത്ഥം ഈ വാക്യങ്ങളെ താരതമ്യം ചെയ്തു. ആരാണ് ഉത്തരമെന്ന് ചോദിച്ചാൽ യേശു കർത്താവാണ് ഉത്തരം. എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ പുരുഷാരത്തെ തൃപ്തരാക്കി വിടണം. പുരുഷാരത്തെ തൃപ്തരാക്കി വിടണം. രാമൻ പറയണം, നല്ല രാമൻ പറയണം. ആമേൻ. അടുത്ത ആരോടാണ് ചോദിച്ചത്? ഫിലിപ്പോസിനോടാണ് ചോദിച്ചത്. ഓക്കെ, നമുക്ക് ആ വിഷയത്തെ വളരെ ഗഹനമായിട്ട് ശാന്തമായി ഒന്ന് ചിന്തിക്കാം. 1-2 മിനിറ്റുകൾ നിങ്ങൾ ശാന്തമായി എന്നെ കേൾക്കുക. നിങ്ങളോട് ദൈവാത്മാവ് നിശ്ചയമായിട്ടും സംസാരിക്കുവാനിടയായിത്തീരും. അപ്പോൾ ആരംഭം നമ്മൾ വായിച്ചത്, യേശു എന്ത് ചെയ്തു? വലിയൊരു പുരുഷാരത്തെ കണ്ടു. ആമേൻ. യേശു വലിയൊരു പുരുഷാരം തൻ്റെ അടുക്കലേക്ക് വരുന്നത് കണ്ടപ്പോൾ തന്നെ എന്ത് ചെയ്തു? ആ പുരുഷാരത്തിന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കുവാനിടയായി തീർന്നു. നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ വന്നിരുന്നപ്പോൾ തന്നെ യേശു കർത്താവ് നിന്റെ പ്രശ്നം എന്താണെന്ന് അവിടുന്ന് മനസ്സിലാക്കുവാനിടയായി തീർന്നു. ആമേൻ. നിങ്ങൾ വന്നിരുന്ന് നിങ്ങളുടെ അതരം തുറന്ന് പറയുന്നതിന് മുമ്പുണ്ടല്ലോ, ഹൃദയത്തിലെ ഞെരുക്കമുണ്ടല്ലോ, ഹൃദയത്തിലെ ആ പിടപ്പുണ്ടല്ലോ, അത് യേശുവിന്റെ കാതിലെത്തുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. പുരുഷാരം തൻ്റെ അടുക്കലേക്ക്, വലിയൊരു പുരുഷാരമാണ് തൻ്റെ അടുക്കലേക്ക് വരുന്നത്. തൻ്റെ അടുക്കലേക്ക് പുരുഷാരം തന്നെ പ്രതീക്ഷിച്ചാണ് വരുന്നത്. പ്രതീക്ഷയോടെ വന്ന എത്ര പേരുണ്ട്? യേശുവിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചു വന്ന എത്ര പേരുണ്ട്? ആമേൻ. അങ്ങനെയാണെങ്കിൽ നിന്നെ അവൻ തൃപ്തനാക്കി മടക്കി അയക്കുവാനിടയായി തീരും. തൃപ്തിയുള്ളവരാക്കി മടക്കി അയക്കുവാനിടയായി തീരും. വിശപ്പുള്ളവരാക്കിയല്ല, തൃപ്തരാക്കി മടക്കി അയക്കുവാനിടയായി തീരും. ആമേൻ. വചനം നമ്മളോട് കർത്താവ് എന്ത് ചെയ്യാണ്? വിളമ്പി തരികയാണ്. ഇവിടെ വിശപ്പുള്ളവരുണ്ടെങ്കിൽ കഴിച്ചോണം. ആവശ്യാനുസരണം നിങ്ങൾ കഴിക്കണം. ഈ വചനം നിങ്ങൾ ഭക്ഷിക്കുമ്പോൾ, ഈ വചനത്തെ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ, ഈ വചനം നിനക്ക് വേണ്ടി പ്രവർത്തനം ആരംഭിക്കും. ആമേൻ. ഈ വചനം എന്ത് ചെയ്യും? നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തനം ആരംഭിക്കും. നിന്റെ ഹൃദയത്തിനകത്ത് കിടക്കുന്ന വചനം എന്ത് ചെയ്യും? അത് ആക്റ്റീവ് ആകാൻ തുടങ്ങും. ആമേൻ. അല്ല രാമൻ പറയണം. എന്നിട്ട് യേശു ആരോട് ചോദിച്ചു? ഫിലിപ്പോസിനോട് ചോദിച്ചു. ഇവർക്ക് എവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? അപ്പം കൊടുക്കും. അപ്പം എവിടെ നിന്ന് കൊടുക്കും? വാസ്തവത്തിൽ എനിക്ക് അവിടെ നിന്ന് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഫിലിപ്പോസിന് ആരാ ചോദിച്ചത്, എന്താ ചോദിച്ചത് ഒന്നും മനസ്സിലായില്ല. കാരണം ഈ അധ്യായത്തിന്റെ മുമ്പ് വരെയും അത്ഭുതം കണ്ടിട്ടിരിക്കുന്ന വ്യക്തികളാണ്. 5-ാമത്തെ അധ്യായം വരെ വലിയ അത്ഭുതങ്ങൾ കണ്ടിട്ടിരിക്കുന്ന വ്യക്തിയോട് യേശു ചോദിക്കുകയാണ്, എവിടെ നിന്ന് ഇവർക്ക് അപ്പം കൊടുക്കും? ഉടനെ ഫിലിപ്പോസ് എന്ത് ചെയ്തു? ഭൗതികത്തിലേക്ക് പോയി. തന്റെ കയ്യിലേക്ക് നോക്കുവാനിടയായി തുറന്നു. അവിടെ വായിക്കുന്നത് തന്റെ കയ്യിൽ എത്ര ഉണ്ട്? 200 വെള്ളിക്കാശ്. എന്നിട്ട് പറയാണ്, കർത്താവ് എന്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ, ഇതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? തൃപ്തരാക്കാൻ പറ്റത്തില്ല. ഇതുകൊണ്ട് ഈ ജനത്തെ തൃപ്തരാക്കാൻ പറ്റത്തില്ല. എന്നാ ഞാനൊരു ദൂത് പറയാം, ഇത് പണം കൊണ്ട് തൃപ്തരാക്കുന്ന പരിപാടിയല്ല, ഇത് വചനം കൊണ്ട് നിന്നെ തൃപ്തിപ്പെടുത്തുന്ന. പണത്തിന് ചെയ്യാൻ പറ്റാത്തത്, പണത്തിന് നിനക്ക് തരാൻ പറ്റാത്തത് ദൈവത്തിന്റെ വചനത്തിന് നിന്റെ മേൽ ചെയ്തെടുക്കാൻ കഴിയും. ദൈവത്തിന്റെ വചനത്തിന് നിന്റെ കുടുംബത്തിനകത്ത് ചെയ്തെടുക്കാൻ കഴിയും. ഇന്ന് പകൽ വിശ്വസിക്കണം. പ്രൈസ് ഗോഡ്. എന്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ. യേശു ചോദിച്ചു, അതിന് കൊണ്ടുവരാൻ പറഞ്ഞോ? യേശു അവന്റെ പണത്തെ എന്ത് ചെയ്യുന്നല്ല പറയുന്നത്, വാഴ്ത്തി എന്നല്ല പറയുന്നത്, അപ്പത്തെ വാഴ്ത്തുവാനിടയായി. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പോസിന് എന്നിട്ട് മനസ്സിലാകുന്നില്ല യേശു എന്താ തന്നോട് ചോദിക്കുന്നതെന്ന്. ഉത്തരം തന്നോട് ചോദിച്ചിട്ട് താൻ എന്ത് ചെയ്യുക? ആ ചോദ്യത്തിനകത്ത് കടന്ന് കുഴയുകയാണ്. അങ്ങനെ ആരെങ്കിലും ഇങ്ങനെ കടന്നു പോകുന്നുണ്ടോ? ആക്ച്വലി യേശു നമ്മുടെ അരികിലുണ്ട്. കർത്താവ് നിന്റെ വിഷയത്തിനകത്ത് ഇടപെട്ട് കഴിഞ്ഞു. വീണ്ടും ആ പ്രശ്നത്തിനകത്ത് കിടന്ന്, അല്ലെങ്കിൽ ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നിരാശപ്പെട്ട് വ്യാകുലപ്പെട്ട് നെടുവീർപ്പിടുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? ഇന്ന് പകൽ നിനക്ക് വേണ്ടത് തിരിച്ചറിവാണ്. എന്താണ് നിനക്ക് വേണ്ട തിരിച്ചറിവ്? യേശു നിന്റെ കൂടെയുണ്ട്. ആരാ നിന്നോട് ചോദിക്കുന്നത്? യേശുവാ നിന്നോട് ചോദിക്കുന്നത്, ഞാൻ നിനക്ക് വേണ്ടി എന്താ ചെയ്തു തരേണ്ടത്? നിങ്ങൾ ശ്രദ്ധിക്കണേ, പുരുഷാരം യേശുവിന്റെ അടുക്കലേക്ക് വരുന്നതിന് മുമ്പേ ഇവർക്ക് വേണ്ടിയുള്ള റിസൾട്ട് എന്ത് ചെയ്തു? യേശു ഒരുക്കി വെച്ചിരുന്നു. നീ ഇന്ന് പകൽ ദൈവത്തിന്റെ സന്നിധിയിൽ വരുന്നതിന് മുമ്പേ 2 പേരുടെ കരം മാത്രമേ ഞാൻ കണ്ടുള്ളൂ. 2 പേരുടെ കരം.
ആ രണ്ടുപേരുടെ മേലും ഈ ദൂത് ഇപ്പോൾ തന്നെ ഒരു അത്ഭുതം സൃഷ്ടിക്കുകയാണ്. രണ്ടുപേരുടെ ജീവിതത്തിനകത്ത് ഇപ്പോൾ തന്നെ ഈ ദൂത് ഒരു അത്ഭുതം കൈമാറുകയാണ്. നിങ്ങൾ മൗനമായിരിക്കരുത്. ഈ ദൂതിനെ പിടിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിച്ചോണം. നിന്റേതാക്കാൻ പറ്റുമെങ്കിൽ നിന്റേതാക്കിക്കോണം. ആക്ച്വലി പരീക്ഷകൾക്ക് മുമ്പേ ഒരു പോക്കുവഴി എന്ത് ചെയ്തു? നീ ഒറ്റയ്ക്കല്ല. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, കൂരിൽ താഴ്വരയിൽ കൂടി ഞാൻ നടന്നാലും ഞാനൊരു അനർത്ഥവും. അതെന്തോ വാക്കുകളാണ്. കാരണം എന്താ? നീ എന്റെ കൂടെ ഉണ്ടല്ലോ. ഇന്ന് പകൽ കർത്താവ് നിന്റെ കൂടെ ഉണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന തിരിച്ചറിവ്, നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന എന്താണെന്ന് അറിയാമോ? യേശു നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളത് നമ്മൾ അങ്ങ് മറന്നുപോകും. പിന്നെ നമ്മൾ എന്തിനൊക്കെയോ വേണ്ടി എന്ത് ചെയ്യും? ഉരുകും. ആദ്യം പ്രാർത്ഥിച്ചു, ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ഇതിനകത്ത് 1-2 പേര് ഈ വചനവുമായിട്ട് കണക്റ്റായി എന്നോട് ചേർന്ന് വരുന്നുണ്ട്. ബാക്കി നിങ്ങളെല്ലാവരും എന്നോട് ചേർന്ന് വരണം. അമ്മേ, അങ്ങനെയാണെങ്കിൽ ഈ വചനം എന്ത് ചെയ്യും? അത്ഭുതങ്ങളെ സൃഷ്ടിക്കുവാനിടയായി. ഞാൻ ഈ വചനം സംസാരിക്കുന്നത്, ഈ വചനം ഞാൻ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നോട് ഭയങ്കരമായി ഇടപെടുവാനിടയായി തീർന്നു. എൻ്റെ മനസ്സിനകത്ത് ഭയങ്കര സമാധാനം നൽകുവാനിടയായി തീർന്നു. ഭയങ്കര ആശ്വാസം നൽകുവാനിടയായി തീർന്നു. ഞാൻ ഇന്നുവരെ അനുഭവിക്കാത്തൊരു ആത്മസാന്നിധ്യം ഈ വചനം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അനുഭവിച്ചു. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥനയോടെ എൻ്റെ കൂടെ ചേർന്ന് വരണം. അപ്പോൾ യേശു എന്ത് ചെയ്തു? ഫിലിപ്പോസിനോട് ചോദിച്ചു. യേശു ചോദിച്ചത് ചിലപ്പോൾ ഫിലിപ്പോസിനെങ്കിലും മനസ്സിലാകുമായിരിക്കും. ഫിലിപ്പോസ് പറയുമായിരിക്കും, എന്തിനാ യേശുവേ നമ്മൾ പുറത്തൊക്കെ പോകുന്നത്? അങ്ങ് ഞങ്ങളുടെ കൂടെ ഇല്ലേ? നമ്മൾ എന്തിനാ പുറത്തു പോകുന്നത്? യേശു ഞങ്ങളുടെ കൂടെ ഇല്ലേ? പിന്നെന്തിനാ ഞങ്ങൾ പുറത്തു പോകുന്നത്? പക്ഷെ ഫിലിപ്പോസിനും അത് മനസ്സിലായില്ല. ആക്ച്വലി ഫിലിപ്പോസിനോട് ചോദിച്ചത് അവനെ പരീക്ഷിക്കാൻ ചോദിച്ചതാ. ചില പരീക്ഷകൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ആ പരീക്ഷയ്ക്കകത്തൂടെ യേശു എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും ആ പരീക്ഷകൾക്കകത്തൂടെ യേശു എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നീ മനസ്സിലാക്കണം. ഇപ്പോൾ ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും, പരീക്ഷകളായിരിക്കും. സാരമില്ല. അതിനകത്ത് ആരുണ്ട്? അമരത്ത് യേശു ഉണ്ട്. അവൻ ഉറങ്ങുകയല്ല, അവൻ ഉറങ്ങുന്നത് പോലെ നടിക്കുകയാണ്. അവൻ ഉറങ്ങുന്നത് പോലെ നടിക്കുകയാണ്. നീ പറയുമായിരിക്കും, എൻ്റെ പടക് എന്ത് ചെയ്യുക? എൻ്റെ കൈവിട്ട് പൊക്കോണ്ടിരിക്കുക. എൻ്റെ പടകിനെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. എൻ്റെ പടകിനെ എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ യേശു പറയാ, കുഞ്ഞേ, നിന്റെ പടക് പ്രശ്നത്തിലേക്ക് പോകുന്നതിന് മുമ്പുണ്ടല്ലോ, നിന്റെ പടക് ഈ കാറ്റിനകത്ത് അകപ്പെടുന്നതിന് മുമ്പുണ്ടല്ലോ, യേശു നിന്റെ പടകിനകത്തുണ്ടായിരുന്നു. ആ പടകിന്റെ നിയന്ത്രണം യേശു ഏറ്റെടുത്തിരുന്നു. യേശുവുള്ള പടക് തകർന്നു പോകത്തില്ല. യേശുവുള്ള പടക് തകർന്നു പോകത്തില്ല. യേശുവുള്ള പടക് തകരത്തില്ല. തകരാനും തകർക്കാനും എത്ര കണഞ്ഞു പരിശ്രമിച്ചാലും അവൻ നിന്റെ പടകിനകത്തുള്ളിടത്തോളം കാലം നിന്റെ പടകിനെ പരാജയപ്പെടുത്താൻ, നിന്റെ പടകിനെ മുക്കിക്കളയാൻ കഴിയുകയല്ല. കർത്താവിനോട് പറയുന്ന, ആരെയൊക്കെയോ മുക്കിക്കളയാൻ നിൽക്കുന്ന, ആരെയൊക്കെയോ തകർത്ത് കളയാൻ നിൽക്കുന്ന ചില പ്രശ്നങ്ങൾ ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് അഴിച്ചു കളയുകയാ. നിന്നെ മുക്കിക്കളയുമെന്ന് പറഞ്ഞു നിൽക്കുന്ന, നിന്നെ തകർത്ത് കളയുമെന്ന് പറഞ്ഞു നിൽക്കുന്ന ചില പ്രശ്നങ്ങളുടെ മേൽ ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ കരം അത്ഭുതത്തെ കൈമാറുകയാ. അടങ്ങാതെ നിൽക്കുന്ന എത്ര ശ്രമിച്ചും അടങ്ങാതെ നിൽക്കുന്ന, ആർക്കും ഒതുങ്ങാത്തതിനെ ഇന്ന് പകൽ യേശു ഒതുക്കാൻ പോകുകയാ. ശ്രദ്ധിക്കണമേ, ഇവിടെ ഇവർക്ക് സംഭവിച്ച പ്രശ്നം എന്താ? യേശു തങ്ങളുടെ പടകിലുണ്ടെന്നുള്ള കാര്യം മറന്നേ പോയി. യേശു കൂടെ ഉണ്ടെന്നുള്ള കാര്യം മറന്നുപോയി. ആക്ച്വലി അവിടെ എന്ത് ചെയ്തതായിരിക്കും? ഇവരെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതായിരിക്കും. അവിടെ എന്ത് ചെയ്തു? അവർ തോറ്റുപോയി. പക്ഷെ യേശുവിന്റെ മനസ്സലിവെന്ന് നോക്കിയേ, അവനത് മനസ്സിലാക്കുവാനുണ്ടായി തീർന്നു. അവൻ ഒരിക്കലും പിശാചിന്റെ കരങ്ങളിൽ എന്ത് ചെയ്തില്ല? വിട്ടുകൊടുത്തില്ല.
ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുമെന്ന് ശിഷ്യന്മാർക്ക് മുമ്പേ യേശുവിനറിയാം. ശിഷ്യന്മാർക്ക് മുമ്പേ യേശുവിനറിയാം. പക്ഷെ ആർക്ക് മനസ്സിലായില്ല? ശിഷ്യന്മാർക്ക് അത് മനസ്സിലായില്ല. അവര് മുൻപോട്ട് പോയപ്പോൾ എന്ത് ചെയ്തു? പടകിന്റെ നിയന്ത്രണം തന്നെ എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു പോയി. അവര് പരിശ്രമിച്ചു നോക്കി, അവരാകുന്ന പരിശ്രമിച്ചു നോക്കി. അങ്ങനെ പരിശ്രമിച്ചു നോക്കിയിട്ട് പരാജയപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? ഞാൻ എനിക്ക് പറ്റുന്നതിന്റെ പരമാവധി പരിശ്രമിച്ചു നോക്കി, ഞാൻ എനിക്ക് പറ്റുന്നതിന്റെ പരമാവധി പ്രയത്നിച്ചു നോക്കി, പറ്റുന്നതിന്റെ പരമാവധി പ്രാർത്ഥിച്ചു നോക്കി. പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല, എന്നെ കൊണ്ട് പറ്റുന്നില്ല, എന്നെ കൊണ്ട് അതിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. സമ്മതിക്കാൻ തയ്യാറാണോ? സമ്മതിക്കാൻ തയ്യാറാണെങ്കിൽ യേശു നിന്റെ പടകിനകത്ത് എഴുന്നേൽക്കാൻ പോകുകയാ. ഇന്ന് പകൽ തുറന്ന് സമ്മതിക്കാൻ തയ്യാറാണെങ്കിൽ യേശു നിന്റെ പടകിനകത്ത് എഴുന്നേൽക്കാൻ പോകുകയാ. യേശു നിന്റെ പടകിനകത്ത് എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ അടങ്ങാതെ നിൽക്കുന്ന കാറ്റിനെയും കടലിനെയും അവൻ ശാന്തമാക്കുവാനിടയായിത്തീരും. സമാധാനം നഷ്ടപ്പെടുത്തി കളയുന്നത്, ജീവിതത്തിനകത്തെ സമാധാനം നഷ്ടപ്പെടുത്തി കളയുന്ന സ്പിരിറ്റുകൾ യേശുവിന്റെ നാമത്തിൽ വഴിമാറട്ടെ. ആമേൻ. എങ്ങനെയെങ്കിലും എന്ത് ചെയ്യണം? അവർക്ക് ഇതിനെ ഒന്ന് ശാന്തമാക്കണം. എങ്ങനെയെങ്കിലും എന്ത് ചെയ്യണം? ഇതിനെ ഒന്ന് നിയന്ത്രിക്കണം. അടുത്ത നിമിഷം എന്താ സംഭവിക്കാൻ പോകുന്നത്? തകർച്ചയിലേക്ക് പോവാൻ പോവാ. പക്ഷെ ഞാൻ പറയും, യേശു ഇല്ലായിരുന്നെങ്കിൽ നീ തകർച്ചയിലേക്ക് പോയേനെ. യേശു നിന്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ നീ തകർച്ചയിലേക്ക് പോയേനെ. പക്ഷെ ഇല്ല, നീ തകർച്ചയിലേക്ക് പോകത്തില്ല. കാരണം എന്താ? അമരത്തൊരാളുണ്ടല്ലോ, അമരത്തൊരാളുണ്ടല്ലോ, നിന്റെ കരത്തിന് പിടിച്ച ഒരാളുണ്ടല്ലോ. അവൻ നിന്റെ കരത്തെ വിട്ടിട്ടില്ല, അവൻ നിന്റെ കരത്തെ വിട്ടിട്ടില്ല. അവൻ ഒരിക്കൽ നിന്റെ കരത്തിന് പിടിച്ചതാണെങ്കിൽ ആ കരത്തെ അവൻ വിടുകയില്ല. യേശു പറഞ്ഞു നമുക്ക് അക്കരയ്ക്ക് പോകാം. ശ്രദ്ധിക്കണം, യേശു പറഞ്ഞു. യേശു പറഞ്ഞിട്ടാ ഈ യാത്ര തിരിച്ചത്. സ്വന്തം ഇഷ്ടപ്രകാരമല്ല ഈ യാത്ര തിരിച്ചത്. യേശു പറഞ്ഞിട്ടാ ഞാൻ ഈ യാത്ര തിരിച്ചത്. യേശു പറഞ്ഞിട്ടാ ഈ യാത്ര തിരിച്ചെങ്കിൽ ഈ യാത്ര അതിന്റെ ഡെസ്റ്റിനേഷനിലെത്തും. ഈ യാത്ര അതിന്റെ ഡെസ്റ്റിനേഷനിലെത്തും. കർത്താവിനോട് ഇങ്ങനെ സംസാരിക്കും. ചിലരുടെ ഡെസ്റ്റിനിയെ തകർത്ത് കളയാൻ, ചിലരുടെ ഡെസ്റ്റിനികളെ തകർത്ത് കളയാൻ നിൽക്കുന്ന നിന്നെ പാതി വഴി വെച്ച് ഞാൻ മുക്കിക്കളയും, പാതി വഴി വെച്ച് നിന്നെ ഞാൻ തകർത്ത് കളയും. നീ പരിശ്രമിച്ചോ, നീ പ്രാർത്ഥിച്ചോ, നീ എന്ത് വേണം ചെയ്തോ, പക്ഷെ നീ ഇതിനപ്പുറം കയറുകയില്ല. പക്ഷെ യേശു പറയാം, ആ വാക്കിനെ കാര്യമാക്കല്ലേ, ആ വാക്കിനെ കാര്യമാക്കല്ലേ. നീ എന്നെ ശ്രദ്ധിക്ക, നീ എന്റെ വാക്കിനെ ശ്രദ്ധിക്ക. കർത്താവിനോട് ഇങ്ങനെ ഒരു വചനഭാഗം സംസാരിക്കുന്നു. ലാസർ എന്ത് ചെയ്തു? മരിച്ചുപോയി. ലാസർ മരിച്ചുപോയി. ആന്റി പ്രാർത്ഥിച്ചു. കർത്താവ് സംസാരിക്കുന്നു. ലാസർ എന്ത് ചെയ്തു? മരിച്ചുപോയി. ലാസറിന്റെ ദീനമായി കിടന്ന സമയത്തൊക്കെ എന്ത് ചെയ്തു? അവരാകുന്ന എന്ത് ചെയ്തു? പരിശ്രമിച്ചു നോക്കി, ചെയ്യാൻ കഴിഞ്ഞ ശുശ്രൂഷകളെല്ലാം ചെയ്തു നോക്കി. പക്ഷെ എന്ത് ചെയ്തില്ല? ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു പോയി. പക്ഷെ അതിനകത്ത് നഷ്ടപ്പെട്ടു പോയിട്ടും വിശ്വസിക്കുന്ന ഒരു സഹോദരിയുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് മറിയ. ലാസറിനും തിരിച്ചു വരത്തില്ല, തിരിച്ചു വരത്തില്ല. പക്ഷെ അവൾ വിശ്വസിക്കുക, അവൻ തിരിച്ചു വരും. വിശ്വസിക്കാൻ പറ്റുമോ? ഒരിക്കലും നടക്കത്തില്ല. ഇനി അത് സംഭവിക്കത്തില്ല. ഇനി അത് മടങ്ങി വരത്തില്ല. ഇനി അത് തിരിച്ചു വരത്തില്ല. പക്ഷെ യേശു പറയാം, ആ വാക്കിനെ കാര്യമാക്കല്ലേ. ഞാൻ വന്നിട്ടില്ല, ഞാൻ വന്നിട്ടില്ല. ഞാൻ വന്നിട്ട് നീ തീരുമാനം പറ. ഞാൻ നിന്റെ വീട്ടിലോട്ടൊന്ന് വരട്ടെ, എന്നിട്ട് നീ തീരുമാനം പറ. 4-ാമത്തെ ദിവസം യേശു എന്ത് ചെയ്തു?
ആ ഭവനത്തിലേക്ക് നടന്നു ചെല്ലുവാനുണ്ടായി. യേശു നടന്ന് അവിടേക്ക് ചെല്ലുമ്പോൾ കർത്താവിന് സെൻസ് ചെയ്യാൻ കഴിഞ്ഞു, ഒരുപാട് സ്ട്രഗിൾസ് തന്റെ മുമ്പിൽ നിൽക്കുക. മെയിനായിട്ട് അവിശ്വാസമുള്ള ഹൃദയം തന്നെ എതിരേറ്റു. യേശു, ഇനി നീ വന്നിട്ട് ഒരു കാര്യമില്ല, നീ തിരിച്ചു പോക്കൂ. അവൻ ഉയർക്കും, ഒടുക്കത്തെ നാളിൽ ഉയർക്കും. എനിക്ക് പറയാം ഒടുക്കത്തെ നാളിൽ ഉയർക്കുമെന്ന്. യേശു പറയാ, മാർത്തയും, നീ കാണാത്ത ഒന്ന് കാണിക്കാനാ ഞാൻ വന്നത്, നീ കേൾക്കാത്ത ഒന്ന് കേൾപ്പിക്കാനാ ഞാൻ വന്നത്, നീ കണ്ടിട്ടില്ലാത്തത് ഒന്ന് നിന്നെ കാണിക്കാനാ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇന്ന് വരെ നീ കണ്ടിട്ടില്ലാത്തത്, ഇന്ന് വരെ ആർക്കും ചെയ്തിട്ടില്ലാത്തത്, ഇന്ന് വരെ ആരും ദർശിച്ചിട്ടില്ലാത്ത ഒന്ന് എനിക്ക് നിന്നെ കാണിക്കണം. വിശ്വസിക്കുന്നുണ്ടോ? ശ്രദ്ധിക്കാം, ഞാൻ വേഗത്തിൽ നിർത്താം. യേശു എന്ത് ചെയ്തു? മാർത്ത എന്ത് ചെയ്തില്ല? തിരസ്കരിച്ചില്ല. ഓക്കെ, ഞാൻ അതിനെ ഉൾക്കൊള്ളുന്നു. മറിയ എന്ത് ചെയ്യും? അവൾ അകത്തുണ്ട്, അവൾ കരയുകയാണ്. ഗുരു നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഓടുവാനിടയായി തീർന്നു. ആ ഓട്ടത്തിനകത്തെ അർത്ഥം എന്താണ്? യേശു വന്നു കഴിഞ്ഞു. ഞാൻ കാത്തിരുന്ന് പ്രാർത്ഥിച്ച, നിങ്ങൾ കാത്തിരുന്ന സമയം, നീ കാത്തിരുന്ന വിഷയത്തിനകത്തെ മറുപടിയുടെ സമയം. എനിക്കറിയത്തില്ല, ഭയങ്കരമായ ഒരു ദൈവ സാന്നിധ്യം ഈ മിനിറ്റുകളിൽ ഞാൻ അനുഭവിക്കുന്നു. അസാധാരണമായ ഒരു ദൈവ സാന്നിധ്യം ഈ മിനിറ്റുകളിൽ ഞാൻ അനുഭവിക്കുന്നു. പറയാ, എന്റെ യേശു വന്നു. ഇനി എനിക്ക് കരയേണ്ട ആവശ്യമില്ല, ഇനി എനിക്ക് നെടുവീർപ്പിടേണ്ട ആവശ്യമില്ല. യേശു വന്നിട്ടുണ്ടെങ്കിൽ അവൻ എന്റെ കണ്ണുനീരിനെ തുടച്ചു കളയും, എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിനെ തുടച്ചു കളയും. കരയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? നെടുവീർപ്പിടുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? മകളെ, യേശു പറയാം, നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിനെ ഞാൻ തുടച്ചു കളയാൻ പോകയാ. ഇനി നീ കരയണ്ട. കരയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? ആ കരമൊക്കെ ഒന്ന് ഉയർത്താമോ സ്വർഗത്തിലേക്ക്? കരയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ യേശു പറയാം, നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിനെ ഞാൻ തുടച്ചു കളയാൻ പോവുകയാ. ഇനി നീ കരയണ്ട, ഇനി നീ കരഞ്ഞ് സമയം കളയണ്ട. ഇനി നീ കരഞ്ഞ് സമയം കളയരുത്. ആമേൻ. ഞാൻ നിർത്താൻ പോകുകയാണ്. യേശു ചോദിച്ചു, അവനെ വെച്ചത് എവിടെയാ? മാർത്ത പറഞ്ഞു, അത് അവിടെയാ വെച്ചത്, നമുക്ക് അവിടോട്ട് ചെല്ലാമെന്ന് പറഞ്ഞു. ഒരുമിച്ച് ചെന്നപ്പോൾ അതിൻ്റെ ചുറ്റും എന്ത് നിൽക്കുകയാണ്? ഒരുപാട് വ്യക്തികൾ നിൽക്കുകയാണ്. യേശു ചെല്ലുന്നതിന് മുമ്പേ അവരിങ്ങോട്ട് പറയാണ്, ഞങ്ങൾ തന്നെ എന്ത് ചെയ്തത്? പിന്നെ ശുശ്രൂഷയെല്ലാം ചെയ്ത് അടക്കിയത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യണ്ട? കല്ല് തുറക്കേണ്ട ആവശ്യമൊന്നുമില്ല, നാറ്റം വെച്ചിരിക്കുകയായിരിക്കും, കല്ല് തുറക്കേണ്ട ആവശ്യമില്ല, മടങ്ങിപ്പൊക്കും. പക്ഷെ യേശു അങ്ങനെ മടങ്ങത്തില്ല. അവനൊരു കാര്യം നിശ്ചയിച്ചാണ് അവിടെ വന്നതെങ്കിൽ, യേശു തൻ്റെ ഹൃദയത്തിൽ ഒന്ന് ഉദ്ദേശിച്ചാണ്, ഒന്ന് കുറിച്ചിട്ടിട്ടാണ് അവിടേക്ക് വന്നതെങ്കിൽ, ആരൊക്കെ തന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചാലും അവൻ പിന്തിരിഞ്ഞു പോകത്തില്ല. യേശു ഇന്ന് നിന്നെ പുറത്ത് കൊണ്ടുവരണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ, ആരൊക്കെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചാലും കർത്താവ് പറയാണ്, നിന്നെ ഇന്ന് പകൽ ഞാൻ പുറത്ത് കൊണ്ടുവരും. ആമേൻ. യേശു നോക്കിയപ്പോൾ തനിക്ക് അങ്ങോട്ട് അടുക്കാൻ പറ്റുന്നില്ല. മൊത്തം എന്ത് നിൽക്കുക? അവിശ്വാസം കയറി മൂടി നിൽക്കുക. മാർത്ത ഒരു സൈഡിൽ, പരീശന്മാർ ഒരു സൈഡിൽ. ഇതിനകത്ത് വിശ്വസിക്കുന്ന ഒരാളെ ഉള്ളൂ. 100-ല് ഒരു 10% മാത്രമേ ഉള്ളൂ വിശ്വസിക്കുന്നത്. ബാക്കി 90% എന്താണ്? അവിശ്വാസമാണ്. പക്ഷെ കർത്താവ് പറയാണ്, ഇന്ന് പകൽ നീ ആ 90-നെ 10-ലേക്ക് കൊണ്ടുവാ. മനസ്സിലായില്ല? അവിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് കയറ്. ആക്ച്വലി യേശു അവിടെ വന്ന് നിൽക്കുകയാണ്. യേശു വന്നത് മറിയെ മാത്രം ഉദ്ദേശിച്ച, വേറെ ആരെയും ഉദ്ദേശിച്ചല്ല. കാരണം
ഒരാൾ മാത്രമുണ്ട്, അവൾ നല്ല അംശം തിരഞ്ഞെടുത്തതാ. അവൾ നല്ല അംശം എന്ത് തിരഞ്ഞെടുത്തു? കേൾക്കപ്പെട്ട വചനത്തെ എല്ലാം ഹൃദയത്തിനകത്ത് എന്ത് ചെയ്തു? സംഗ്രഹിച്ചു. അതാണ് നല്ല അംശം. ഈ കേൾക്കപ്പെടുന്ന വചനത്തെ സ്വീകരിച്ചോണം, അതാണ് നല്ല അംശം. ഈ നല്ല അംശം എന്ത് ചെയ്യും? അധികമായ നിന്റെ ജീവിതത്തിനകത്ത് എന്ത് ചെയ്യും? കൊണ്ടുതരും. യേശു പറഞ്ഞു, ശരി ശരി, നിങ്ങൾ നീങ്ങി നിന്നേ, ഞാൻ ആ വിഷയത്തിലോട്ടൊന്ന് ഇടപെട്ടോട്ടെ. ഞാൻ പ്രാരംഭം പറഞ്ഞതുപോലെ യേശു എന്ത് ചെയ്യാൻ പോവാ? നിന്റെ വിഷയത്തിനകത്തോട്ട് എന്ത് ചെയ്യാൻ പോവാ? ഇടപെടാൻ പോവാ. യേശു അങ്ങോട്ട് അടുക്കുമ്പോൾ എന്ത് ചെയ്യും? അതുവരെ അടിപ്പിക്കാതെ നിന്നത്, അതുവരെ യേശുവിനെ അടിപ്പിക്കാൻ നിന്നതൊക്കെ എന്ത് താനേ വഴിമാറി തരും. മനസ്സിലായില്ല? അതുവരെ നിന്ന പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യും? വഴിമാറി തരും. കാരണം ആരാ വരുന്നത്? അധികാരിയാ വരുന്നത്. ഇതിനകത്തിരിക്കുന്നവന്റെ നിർമ്മിതാവാ വരുന്നത്. ഇതിനകത്തിരിക്കുന്നവന്റെ സൃഷ്ടിതാവാ വരുന്നത്. ആക്ച്വലി നീ ആരാധിക്കുന്ന ദൈവം നിന്റെ അരികിലേക്ക് വരുന്നെന്നാ ഞാൻ പറഞ്ഞത്. യേശു നിന്റെ അരികിലേക്ക് അടുത്തു വരിക എന്നാ ഞാൻ പറഞ്ഞത്. ഞാൻ നിർത്താൻ പോകുകയാ. യേശു അരികിലേക്ക് അടുത്തു വന്നപ്പോൾ എന്ത് ചെയ്തു? വഴിമാറി കൊടുത്തു. മനസ്സില്ല മനസ്സോടെ എന്ത് ചെയ്തു? അങ്ങനെ വഴിമാറി കൊടുക്കാൻ പോവാ. ചിലത് വഴിമാറണമെന്ന് ഒരു മനസ്സുമില്ല. പക്ഷേ യേശു പറയാ വഴിമാറുകയേ പറ്റൂ, മാറിക്കൊടുത്തേ പറ്റൂ. എന്റെ ജനത്തെ എനിക്ക് വിടുവിക്കണം, എന്റെ ജനത്തെ എനിക്ക് പുറത്തെടുക്കണം, എന്റെ ജനത്തെ എനിക്ക് വിജയിപ്പിക്കണം. മതി നിന്റെ ആധിപത്യങ്ങൾ, മതി. വഴിമാറിക്കൊടുക്ക. വഴിമാറിക്കൊടുത്തു. യേശു പ്രാർത്ഥിച്ചു, വിളിച്ചു, ലാസറേ നീ പുറത്തു വരാൻ പറഞ്ഞു. യേശു എന്ത് ചെയ്തു? പ്രശ്നത്തെ കൈകാര്യം ചെയ്തു. പ്രശ്നത്തെ യേശു കൈകാര്യം ചെയ്തപ്പോൾ അടുത്ത നിമിഷം സംഭവിച്ചത് പ്രശ്നത്തിന്റെ പരിഹാരമായിരുന്നു. കരച്ചിലിന്റെ മറുപടിയായിരുന്നു, കണ്ണുനീരിന്റെ മറുപടിയായിരുന്നു, മറിയയുടെ കണ്ണുനീരിന്റെ മറുപടിയായിരുന്നു അടുത്ത നിമിഷം സംഭവിച്ചത്. കരയുന്ന ദൈവമക്കളെ, ഇന്ന് പകൽ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ? നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ? ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അടുത്ത നിമിഷം നീ കാണുന്നത് നിന്റെ വിഷയത്തിന്റെ മറുപടിയായിരിക്കും, നിന്റെ പ്രശ്നത്തിന്റെ വിടുതലിനെ ആയിരിക്കും, നീ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിന്റെ പരിഹാരത്തെ ആയിരിക്കും. എല്ലാവരും ഒരു നിമിഷം കണ്ണുകളെ ദൈവസന്നിധിയിലേക്ക് അടച്ചാട്ടെ, അതരങ്ങളെ ദൈവസന്നിധിയിൽ തുറന്നാട്ടെ. ഒരു നിമിഷം എല്ലാവരും 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 പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് പകൽ യേശു നിന്റെ വിഷയത്തിനകത്തേക്ക് ഇറങ്ങി വരികയാണ്. അവൻ നിന്റെ പ്രശ്നത്തിനകത്തേക്ക് ഇടപെടുകയാണ്. ഇന്ന് പകൽ യേശു നിന്റെ പ്രശ്നത്തിനകത്ത് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ, അവൻ നിന്റെ പ്രശ്നത്തിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ